LDFിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. മൈനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. ആശാരമുക്കിൽ ജാഥ സമാപിച്ചു. കേരളത്തിന്റെ വികസന രംഗത്ത് വിസ്മയ ചരിത്രം തീർത്ത LDF ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വികസന സന്ദേശം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായാണ് LDFിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത്. LDF മൈനാഗപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ. ICS ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വികസന ജാഥ ആശാരിമുക്കിൽ സമാപിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. രൂപ വർദ്ധിപ്പിച്ചതും 1600 രൂപ കുടിശ്ശികയുള്ളതുമായിട്ടുള്ള പെൻഷൻ നിങ്ങളുടെ കരങ്ങളിൽ എത്താൻ പോവുകയാണ്. ഇത് ലോകത്തിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയ. ഞാൻ എല്ലാ വർഷങ്ങളെ സംബന്ധിച്ചും പറയുന്നില്ല. ഇവിടെ ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രൻ മാഷും ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സഖാവ് V. ശിവൻകുട്ടിയും 984 സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. നിസ്സാരമാണോ? 5 കോടി രൂപ കൊടുക്കുന്നു സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ, 3 കോടി രൂപ കൊടുക്കുന്നു, 2 കോടി രൂപ കൊടുക്കുന്നു, 1 കോടി രൂപ കൊടുക്കുന്നു. എന്തൊരു മാറ്റമാണ്! ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഉണ്ടോ? LDF കൺവീനർ M. വിജയകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും അഡ്വക്കേറ്റ് T. മോഹനൻ വൈസ് ക്യാപ്റ്റനുമായിരുന്നു. ജാഥയുടെ സമാപനം ആശാരിമുക്കിൽ നടത്തി. CPI ശൂർനാട് മേഖലാ കമ്മിറ്റി സെക്രട്ടറി K. ദിലീപ്, CPM ഏരിയ കമ്മിറ്റി അംഗം S. സത്യൻ, അബ്ദുൾ റഷീദ്, N. ഓമനക്കുട്ടൻ, S. അജയൻ, R. കമൽദാസ്, തുളസീധരൻ പിള്ള, R. രഞ്ജു, ശ്രീലേഖ വേണുഗോപാൽ, R. മദനമോഹനൻ, ജോസ് മത്തായി, മിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.